Next we can see what are the different types of life insurance policies. Under that, first type of policy is whole life policy. ഇതൊരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ പോളിസീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ സം അഷ്വേർഡ് ഇസ് പേയബിൾ ഓൺലി ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷ്വേർഡ്. അതായത് ലീഗൽ ഹയേഴ്സിനാണ് എമൗണ്ട് കൊടുക്കുന്നത്. ആ ടൈപ്പ് ഓഫ് പോളിസീനെ അതാണ് ഓർഡിനറി പോളിസി. സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് പോളിസി the sum assured becomes payable to beneficiary only on the death of the insured. അതായത് insured has to pay premium throughout his life. That is why this policy is known as whole life policy. Then second type of policy is endowment policy. Endowment policy ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുർ ചെയ്തിരിക്കുന്ന പ്രീമിയം അടയ്ക്കുന്ന ആൾക്ക് കിട്ടും. അതായത് ദ എമൗണ്ട് ഇസ് പേയബിൾ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓർ ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷേർഡ് വിച്ച് എവർ ഇസ് ഏർലിയർ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഏജ് എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെത്തോ ഏതാ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്താണ് കിട്ടുന്നത്. ഇനി ആനുറ്റി പോളിസീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് ഇസ് പേയബിൾ ഇൻ ഫിക്സഡ് പീരിയോഡിക്കൽ payments called annuities for a specified period number of years or up to the death of the insured. അതായത് ഈ എമൗണ്ട് ഓഫ് പോളിസി എന്ന് പറയുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരുമിച്ചിട്ടല്ല, ഒരു ഫിക്സഡ് പീരിയോഡിക്കൽ പേയ്മെൻറ്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് ഫോർ എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓർ ടിൽ ദ ഡെത്ത് ഓഫ് ദി ഇൻഷേർഡ്. Then next type of insurance is with profit policy. With profit policyയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ the policy holder or his nominee will get a share in the profits of the company in the form of bonus in addition to sum assured. Sum assured ഇപ്പോൾ 1,00,000 ആണെങ്കിൽ അതിൻ്റെ കൂടെ കമ്പനീൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം കൂടെ കിട്ടുന്ന പ്രോഫിറ്റ് ടൈപ്പ് ഓഫ് പോളിസിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിത്ത് പ്രോഫിറ്റ് പോളിസി. അതായത് ഇൻ അഡീഷൻ ടു ദ സം അഷ്വേർഡ് ഇൻഷേർഡ് ഓർ ഇസ് നോമിനി വിൽ ഗെറ്റ് എന്താണ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇൻ ദ ഫോം ഓഫ് ബോണസ്. ദെൻ അനദർ ടൈപ്പ് ഓഫ് പോളിസി ഈസ് വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസി. ഈ വിത്തൗട്ട് പ്രോഫിറ്റ് പോളിസിയിൽ എന്താ വരുന്നത് എന്ന് വെച്ചാൽ പോളിസി ഹോൾഡർ ഓർ ഇസ് അതായത് ദ ഇൻഷേർഡ് ഗെറ്റ്സ് ഓൺലി എ ഫിക്സഡ് സം ഓഫ് മണി. ഹീസ് നോട്ട് എൻറ്റൈറ്റിൽ ടു ഗെറ്റ് എ ഷെയർ ഇൻ ദ പ്രോഫിറ്റ്. അതായത് ബോണസ് ഒന്നും കിട്ടില്ല. നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ഇൻഷുർഡിന് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ദ വിൽ ഗെറ്റ് ഓൺലി ദ അഷ്വേർഡ് സം. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഇസ് ജോയിൻറ്റ് ലൈഫ് പോളിസി. ജോയിൻറ്റ് ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ പോളിസി ഈസ് ടേക്കൺ ഓൺ ദി ജോയിൻറ്റ് ലൈഫ്സ് ഓഫ് 2 or more പേഴ്സൺസ്. അതായത് ഹസ്ബൻഡിൻ്റെയും പേരിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേരിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൻ്റെ കേസിലാണെന്ന് വെച്ചാൽ പാർട്ട്നേഴ്സിൻ്റെ എല്ലാവരുടെ ലൈഫും കൂടെ ഇൻഷുർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പോളിസിയാണ് ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് കേസ് ദ സം അഷ്വേർഡ് ബിക്കംസ് പേയബിൾ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ സർട്ടൻ പീരിയഡ് ഓർ ഓൺ ദ ഡെത്ത് ഓഫ് എനി ഓഫ് ദ പേഴ്സൺസ് ഇൻഷുർഡ്. മനസ്സിലായല്ലോ? ഒന്നുകിൽ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ പീരീഡ് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ജോയിൻറ്റ് ലൈഫാണല്ലോ, ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ പോളിസി എമൗണ്ട് കിട്ടും. ദ നെക്സ്റ്റ് വൺ ഈസ് ചിൽഡ്രൻസ് ഡെഫേർഡ് ഇൻഷുറൻസ് എന്ന് പറയും. ഈ ടൈപ്പ് ഓഫ് പോളിസി ആരെടുക്കുന്നതെന്ന് വെച്ചാൽ പാരൻസ് ഓൺ ദ ലൈഫ്സ് ഓഫ് ദിയർ ചിൽഡ്രൻ with a view to providing funds for meeting the expenses of education or marriage when they come of age. അതായത് ഒന്നുകിൽ കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ല അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി പാരൻസ് കുട്ടികളുടെ പേരിലെടുക്കുന്ന പോളിസിക്കാണ് എന്തെന്ന് പറയുന്നത്? ചിൽഡ്രൻസ് ഡെഫേർഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ വേറൊരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. അല്ല, ഈ ചിൽഡ്രൻസ് ഡെഫേർഡ് ഇൻഷുറൻസിലെ അതായത് മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്? ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദിയർ ചിൽഡ്രൻ. ദെൻ മണി ബാക്ക് പോളിസി എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഉണ്ട്. മണി ബാക്ക് പോളിസിയിൽ എമൗണ്ട് ഇസ് പെയ്ഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ലംസം പേയ്മെൻറ്റ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ സർട്ടൻ പീരിയഡ് ഓർ ഓൺ ഡെത്ത്. അതായത് എപ്പോഴും മണി ബാക്ക് പോളിസീൻ്റെ പ്രത്യേകത ഈ ടീച്ചേഴ്സൊക്കെ എടുക്കുക അങ്ങനെയാണ്. അവരുടെ 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പെയിൻറ്റിങ് ഒക്കെ നടക്കുക, അങ്ങനെയൊക്കെ ചില ഒരു ഭയങ്കര പ്ലാൻഡ് ആയിട്ട് പോകുന്നവരുണ്ടാവും. ഓരോ 5 ഇയേഴ്സിൽ പെയിൻറ്റിങ് ഒക്കെ നടത്തണം എന്നുള്ളവരാണ്. ഈ മണി ബാക്ക് പോളിസി എടുത്തു കഴിഞ്ഞാൽ എല്ലാ 3 വർഷം കഴിയുന്ന സമയത്തും അവർക്കൊരു 10% എമൗണ്ട് കിട്ടും. അപ്പോൾ വലിയൊരു പോളിസിക്ക് ആണെങ്കിൽ ഇപ്പോൾ 1 crore പോളിസിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ 10% എന്ന് പറയുമ്പോൾ 1,00,000 രൂപ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അങ്ങനെയുള്ള അതാണ് മണി ബാക്ക് പോളിസീൻ്റെ പ്രത്യേകത. ഓക്കെ. ദെൻ കംസ് ഡബിൾ ആക്സിഡൻറ്റ് ഇൻഡെംനിറ്റി പോളിസി. ഈ പോളിസീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇഫ് ഇൻഷുർഡ് ഡൈസ് ഓൺ അക്കൗണ്ട് ഓഫ് എൻ ആക്സിഡൻറ്റ് ഹിസ് നോമിനി വിൽ ഗെറ്റ് ഡബിൾ ദി എമൗണ്ട് ഓഫ് ദി പോളിസി. അതായത് ഡബിൾ ആക്സിഡൻറ്റ് ഇൻഡെംനിറ്റി പോളിസീൻ്റെ പ്രത്യേകത അതാണ്.
ഇപ്പം ഇൻഷുർ എടുത്തിരിക്കുന്ന ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ഡബിൾ എമൗണ്ട് ഓഫ് പോളിസി. ഇപ്പോൾ ഒരു 1 crore പോളിസി എടുത്തിരിക്കുന്നതെങ്കിൽ 2 crore rupees അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കിട്ടും. അങ്ങനെയുള്ള പോളിസിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡബിൾ എമൗണ്ട് ഓഫ് പോളിസി. ഈ മണി ബാക്കിൽ വേറെ 10% 3 years കഴിഞ്ഞാൽ കിട്ടും. പിന്നെ എവറി 5 years ഉണ്ടല്ലോ ദ പോളിസി 20% ഓഫ് ദ പോളിസി കിട്ടും. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ്. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോണത് ഏതൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് എന്നുള്ളതാണ്. 2 ടൈപ്പ് ഓഫ് ബുക്കാണ്, സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആൻഡ് സബ്സിഡിയറി ബുക്സ്. സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്, അത് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് നിർബന്ധമായിട്ടും ആ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സാണ്. രജിസ്റ്റർ ഓഫ് പോളിസീസ് ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് പോളിസി സച്ച് ആസ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് പോളിസി ഹോൾഡർ, the date and nature of claim, etc. Then register of claims containing the date and amount of claim, the nature of claim, the date of discharge of claim. അങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ ക്ലെയിമിൻ്റെ, അങ്ങനെയുള്ള എല്ലാം. അപ്പോൾ 2 തരത്തിലുള്ള പോളിസി രജിസ്റ്ററാണ്. ഏതൊക്കെ, രജിസ്റ്റർ ഓഫ് പോളിസീസ്, ആരൊക്കെ പോളിസി എടുത്തു അവരുടെ അഡ്രസ്സും നെയിമും. രണ്ടാമത്തത് രജിസ്റ്റർ ഓഫ് ക്ലെയിംസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് കൂടാതെ ഇൻഷുറൻസ് കമ്പനി സബ്സിഡിയറി ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് സബ്സിഡിയറി ബുക്സ് ലൈക്ക് പ്രപ്പോസൽ അഡ്വാൻസ് ക്യാഷ് ബുക്ക്, ഫസ്റ്റ് ഇയേഴ്സ് പ്രീമിയം ക്യാഷ് ബുക്ക്, റിന്യൂവൽ ക്യാഷ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സബ്സിഡിയറി, ജനറൽ പോളിസി ലോൺ ലെഡ്ജർ, ജനറൽ ലോൺ ലെഡ്ജർ, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ, എക്സെട്ര. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സബ്സിഡിയറി ബുക്സ് മെയിൻറ്റെയിൻ ബൈ ഇൻഷുറൻസ് കമ്പനി. അപ്പം 2 തരത്തിലുള്ള ബുക്സാണ്, സ്റ്റാറ്റ്യൂട്ടറി ബുക്സും സബ്സിഡിയറി ബുക്സും. അത് നോക്കി വെച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ഫൈനൽ അക്കൗണ്ട്സിലേക്ക് കടക്കുന്നതിന് മുന്നേ 2 കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് നമുക്ക് വേണ്ടത് എന്താണ് സറണ്ടർ വാല്യൂ എന്ന് അറിയണം, എന്താണ് പെയ്ഡ് അപ്പ് വാല്യൂ. സറണ്ടർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇഫ് the assured is not able to continue payment of premium on his policy and decides to give up the policy, he can surrender his policy before maturity. അതായത് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. ഞാനിപ്പോൾ ഒരു 10 yearsനേക്കുള്ളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തു. പക്ഷേ എന്തായെന്ന് വെച്ചാൽ എനിക്ക് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് അടയ്ക്കാൻ പറ്റാതെയായി. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം, ഈ പോളിസി സറണ്ടർ ചെയ്യാം. അപ്പോൾ then the insurance company will pay him some amount on the unexpired policy. അപ്പോൾ the amount which the insured gets from the insurer on surrendering the policy is called surrender value. അന്നേരം സറണ്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടും. അത് മിനിമം 3 years അടയ്ക്കണം കേട്ടോ. ആ കിട്ടുന്ന എമൗണ്ടിനെയാണ് സറണ്ടർ വാല്യൂ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ പോളിസി. ഹി വിൽ ഗെറ്റ് ദ സറണ്ടർ വാല്യൂ only after it has run for 2 years. ഓക്കെ, ഇനി വേറെ ഒന്ന് അറിയാനുള്ളത് പെയ്ഡ് അപ്പ് വാല്യൂ ആണ്. പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ വെൻ എ പോളിസി ഹോൾഡർ വants to stop payment for further premium, instead of surrendering the policy, he may get it converted into paid up policy. മനസ്സിലായി? സറണ്ടർ ചെയ്യുന്നതിന് പകരം ഈ പോളിസി ഏത് രീതിയിലേക്ക് മാറ്റുക, പെയ്ഡ് അപ്പ് പോളിസിയായി മാറ്റാം. അതായത് ഇൻ ദ കേസ് ഓഫ് പെയ്ഡ് അപ്പ് പോളിസി, ദ ഇൻഷുർഡ് വിൽ ബി എൻറ്റൈറ്റിൽഡ് ടു ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ദ പോളിസി. അതായത് പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ പ്രൊപ്പോർഷൻ ഓഫ് ദ പോളിസി വാല്യൂ വിച്ച് ദ നമ്പർ ഓഫ് പ്രീമിയംസ് ഓൾറെഡി പെയ്ഡ് ബേസ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രീമിയം പേയബിൾ. അതായത് ഇറ്റ് ഈസ് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, ഫോർമുല എഴുതിയിട്ടുണ്ട് പെയ്ഡ് അപ്പ് വാല്യൂ കാണാനുള്ള. സം അഷ്വേർഡ് ഇൻ ടു നമ്പർ ഓഫ് പ്രീമിയംസ് പെയ്ഡ്, എത്ര എണ്ണം കൊടുത്തു, ദാറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രീമിയം പേയബിൾ. സം അഷ്വേർഡ് ഇപ്പം 1 lakh ആണെങ്കിൽ 1 lakh ഇൻ ടു യു ഹവ് ഓൾറെഡി മെയ്ഡ്